വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗ് ആൻഡ് മാജിക് റെമഡി ആക്ട് ആണ് കേട്ടോ. സോ ഇത് 1954 ആണ്. ബേസിക്കലി എന്തിനാണ് നമ്മുടെ ഹെൽത്ത് ക്ലെയിം ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മുടെ ഹെൽത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കും പബ്ലിക് ഹെൽത്ത് സേഫ്റ്റിക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു റൂൾ ആൻഡ് റെഗുലേഷൻ ആണ് ഡ്രഗ് ആൻഡ് മാജിക് റെമഡി ആക്ട് എന്ന് വെച്ചാൽ കേട്ടോ. സോ ബേസിക്കലി ഹിസ്റ്ററി വെച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ പ്രീ 1954 സിനാരിയോ 1954 മുന്നേ ഉള്ള സിനാരിയോ ആണ് പറയുന്നത്. സോ അന്നത്തെ സമയങ്ങളിലൊക്കെ ഈ ഒരു ആക്ട് വരുന്നതിന് മുന്നേ ഇന്ത്യയിൽ പല മരുന്നുകളും ഇന്ന രീതിയിലുള്ള മിറാക്കിൾ ആയിട്ടുള്ള ക്യൂറ് കാണും. അല്ലെങ്കിൽ നിങ്ങൾ ഭസ്മം കഴിച്ചോളൂ, ഭസ്മം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അരയിൽ മറ്റേ നൂല് കെട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിച്ചിട്ട് ഈ ഭസ്മം വെള്ളത്തിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ അസുഖങ്ങളും മാറും എന്നൊക്കെ പറഞ്ഞൊരു പരസ്യങ്ങളും നോട്ടീസ് ബോർഡും ഒക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗ്രോയിങ് കൺസേൺ. അപ്പം പല ആൾക്കാരും ശ്രദ്ധിച്ചപ്പോൾ പലതിനും എന്താണ് ഹാംഫുൾ എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതിനുശേഷം ഒരുപാട് ആക്ഷൻസ് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന ഒരു ലോ ആണ് ഡ്രഗ് ആൻഡ് മാജിക് റെമഡി ആക്ട് 1954 എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു പബ്ലിക് ഹെൽത്തിൻ്റെ അല്ലെങ്കിൽ ഈ പബ്ലിക് ഹെൽത്തിനോട് കാണിക്കേണ്ട അല്ലെങ്കിൽ നമ്മളെ കാണിക്കേണ്ട കൂറും സിഗ്നിഫിക്കൻസുമാണ് ഈ ഒരു ലോയ്ക്കകത്ത് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹിസ്റ്ററി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ അഡ്വർടൈസ്മെന്റ് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു റിട്ടൺ നോട്ടീസ് ആകാം, ഓറൽ അനൗൺസ്മെന്റ് ആകാം, വിഷ്വൽ മീഡിയ ആകാം, ഓഡിറ്ററി ഓർ സ്മോക്കിംഗ് സിഗ്നൽസ് ആകാം. അതായത് മറ്റൊരാളെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇന്നൊരു കാര്യം വിശദീകരിക്കുന്ന രീതിയിൽ ഒരു അഡ്വർടൈസ്മെന്റ് എന്താണ്, ഒരു പരസ്യം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഒന്നെങ്കിൽ റേഡിയോ കൂടെ ആകാം അല്ലേ. അപ്പോൾ അതിന്റെ ഡെഫിനേഷൻ ആണ് പറയുന്നത്. എന്താണ് റിട്ടൺ നോട്ടീസ്, എന്താണ് ഓറൽ അനൗൺസ്മെന്റ്. അപ്പോൾ ഇതെല്ലാം അഡ്വർടൈസ്മെന്റ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ മതിയാകും. അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് സംഭവമൊന്നുമല്ല. സോ എന്താ ഡ്രഗ്? സോ ഡ്രഗിനകത്ത് ഡയഗ്നോസ്റ്റിക് സബ്സ്റ്റൻസ് ഉണ്ട് അല്ലേ. സോ എനി സബ്സ്റ്റൻസ് യൂസ് ഫോർ ഡയഗ്നോസ് ഫോർ ഡിസീസ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനോ മൃഗത്തിനോ ഒരു ഏത് വസ്തുവാണോ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ ഡയഗ്നോസ്റ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയും. എന്താ ക്യൂറേറ്റീവ് മെഡിക്കേഷൻ, അതായത് അസുഖം കുറയാൻ അല്ലെങ്കിൽ അസുഖം പ്രിവെന്റ് ചെയ്യാൻ മനുഷ്യനിലോ ആനിമലിലോ പ്രിവെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ക്യൂറേറ്റീവ് മെഡിക്കേഷൻ എന്ന് പറയും. ഇനി ബോഡി ഫംഗ്ഷൻ ഓൾട്ടറേഷൻ, ഏത് വസ്തുവാണോ മനുഷ്യനിലോ മൃഗത്തിലോ അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യുന്നത് അതിന് നമ്മൾ എന്ത് പറയും, നമ്മൾ ബോഡി ഫംഗ്ഷൻ ഓൾട്ടറേഷൻസ് എന്ന് പറയും. ഇനി പ്രിവെന്റീവ് മെഷേഴ്സ്, നമ്മൾ ഒരു അസുഖം വരാതിരിക്കാനോ അല്ലെങ്കിൽ മനുഷ്യനിലോ മൃഗത്തിലോ പ്രിവെന്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് പറയും, പ്രിവെന്റീവ് മെഷേഴ്സ് നമ്മൾ പറയും. നമ്മൾ പറയാൻ പോകുന്ന കീ ഡെഫിനിഷൻ ഓഫ് മാജിക് റെമഡീസ് ആണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് താലിസ്മാൻസ്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മാജിക്കൽ പവേഴ്സ് ഉണ്ടെന്ന് പറയില്ലേ, ദൈവം എനിക്ക് മാജിക്കൽ പവർ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അസുഖം കുറച്ചിരാന്ന് പറയില്ലേ, അത് മാജിക് റെമഡി ആക്ടിന് അണ്ടറിൽ വരുന്നതാണ്. രണ്ട് മന്ത്രാസ് ആണ്. നമ്മൾ പറയും ചില മന്ത്രങ്ങൾ പറയൂ, അല്ലെങ്കിൽ സംസ്കൃതത്തിലൊക്കെ പറയുന്ന പോലെ സ്പിരിച്വൽ പവേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഇത്ര മന്ത്രങ്ങൾ പറയൂ, അങ്ങനെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് മാജിക് റെമഡിയുടെ അകത്ത് വരുന്നതാണ്. നെക്സ്റ്റ് കവചാസ് ആണ്. ഈ കവച കുണ്ടലം കെട്ടു, അത് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അസുഖങ്ങൾ മാറും എന്നൊക്കെ പറയില്ല. അസുഖങ്ങൾ മാറും എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്താണ് മാജിക് റെമഡി ആക്ടിന്റെ അണ്ടറിൽ വരുന്നതാണ്. കാര്യം നമുക്ക് സയന്റിഫിക് പ്രൂഫുകളൊന്നും ഇല്ല ഇത് കുറയ്ക്കുന്നു എന്ന് പറഞ്ഞ് സയന്റിഫിക് പ്രൂഫ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ മാജിക് റെമഡിയിൽ പറയുന്നത്. സോ പ്രൊഹിബിറ്റഡ് അഡ്വർടൈസ്മെന്റ് എന്തൊക്കെയാണ് വിമൻസ് ഹെൽത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഇസ് പ്രഗ്നൻസിയിലുള്ള നിങ്ങളിപ്പം കുഞ്ഞ് മിസ്കാരേജ് വരില്ല, അല്ലെങ്കിൽ അബോഷൻ ആവില്ല, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ട് എന്നും പറഞ്ഞുള്ള പരസ്യങ്ങളൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. രണ്ട് മെൻസ്ട്രേഷൻ ഹെൽത്ത്, പീരീഡ്സ് ആവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പീരീഡ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഒരു ബോഡി ഫംഗ്ഷന് വേണ്ടിയിട്ട് പീരീഡ്സ് കറക്റ്റ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ ഡിസോർഡർ മെൻസ്ട്രേഷൻ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും എന്ന് പറയുന്ന അഡ്വർടൈസ്മെന്റും എന്താണ് നമ്മൾ പ്രൊഹിബിറ്റഡ് ആണ്. ഇനി യൂട്രൈൻ ഡിസോർഡേഴ്സ്, അതായത് യൂട്രസുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ മാറും എന്ന് പറയുന്ന അഡ്വർടൈസ്മെന്റും പ്രൊഹിബിറ്റഡ് ആണ്. ഇത് മാജിക് റെമഡി മാത്രമല്ല, ബേസിക്കലി എൻ്റെ കൂടെ അഡ്വർടൈസ്മെന്റും കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുമാണ് കേട്ടോ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പാടുള്ളത് മാജിക് റെമഡി കാര്യങ്ങളും. ഇനി പ്രൊഹിബിറ്റ് അഡ്വർടൈസ്മെന്റ്, എന്തൊക്കെ അഡ്വർടൈസ്മെന്റ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂറോളജിക്കൽ കണ്ടീഷൻ, ഇപ്പോൾ എക്സാമ്പിൾ എപ്പിലെപ്സി, ജ്വരം വരുന്നു അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നില്ല, അത്രയും കോംപ്ലക്സ് ആയ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അസുഖങ്ങൾക്ക് എഗെയിൻസ്റ്റ് ഉള്ള ഒരു മരുന്നിൻ്റെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അസുഖങ്ങൾ കുറയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റോ ഡോക്ടേഴ്സോ ഒന്നും ചെയ്യാൻ പാടില്ല. രണ്ട് കാർഡിയോ വാസ്കുലർ ഇഷ്യൂസ് ആണ്. ഇപ്പോൾ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള കണ്ടീഷനുമായിട്ടുള്ള മെഡിസിൻസിൻ്റെ ട്രീറ്റ്മെൻറ്റും എന്ത് ചെയ്യാൻ പാടില്ല, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. ഇനി വിഷ്വൽ പ്രോബ്ലം, കാഴ്ചയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാഴ്ച കാണുന്നില്ലേ എന്നാൽ നിങ്ങൾ വരൂ ഞങ്ങളെ മരുന്ന് കഴിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലൈൻഡ്നെസ്, അന്ധതയൊക്കെ അല്ലെങ്കിൽ അന്ധതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. ഇനി സർജിക്കൽ കണ്ടീഷനാണ്. ചില ആൾക്കാർ പറയില്ലേ സർജറി ഇല്ലാണ്ട്
കൊണ്ട് ഞങ്ങളെല്ലാം ശരിയാക്കി തരും എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു കാരണവശാലും ക്ലെയിമിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷനും ചെയ്യാൻ പാടില്ല. സർജറി ആവശ്യമുണ്ടായിട്ട് ആവശ്യമില്ലാതെ ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ബാൻഡാണ്. അപ്പം എന്തൊക്കെ ബാൻഡാണ്? ന്യൂറോളജിക്കൽ കണ്ടീഷൻ, കാർഡിയോവാസ്കുലർ ഇഷ്യൂ, വിഷൻ പ്രോബ്ലം ആൻഡ് സർജിക്കൽ കണ്ടീഷൻസ്. സോ എൻഫോഴ്സ്മെന്റ് ആൻഡ് പെനാൽറ്റി. സോ ഫസ്റ്റ് ഒഫൻസ്, നിങ്ങൾ ആദ്യമായി ഒരു ഒഫൻസ് ചെയ്തു കണ്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഒഫൻസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ജയിലിൽ പോകാം, 6 മാസം വരെ ജയിലിൽ പോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ ഉണ്ടാകാം. അത് എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി വീണ്ടും അത് കഴിഞ്ഞു, നിങ്ങൾ 6 മാസം ജയിലിൽ ഇറങ്ങി, അതിനുശേഷം വീണ്ടും നിങ്ങൾ ഈ ഒരു ഒഫൻസ് കാണിക്കുവാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അത് 1 വർഷം എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. പിന്നെ ഫൈനും ഉണ്ടാവും, ഒന്നെങ്കിൽ രണ്ടും ഒരുമിച്ച് ഉണ്ടായിരിക്കാം. നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതനുസരിച്ച് എന്ത് ചെയ്യാം, ഇത് എസ്കലേറ്റ് ചെയ്യാം. അതായത് അതനുസരിച്ച് നിയമങ്ങൾ മാറിക്കൊണ്ടേയിരിക്കാം. 2 കോർപ്പറേറ്റ് ലയബിലിറ്റി ആണ്. ഇൻ കേസ് നിങ്ങൾ കമ്പനി വയലൻസ് ആക്ട്, അതായത് ഇപ്പോൾ നമുക്ക് അറിയാലോ ഓൾറെഡി നമ്മൾ കമ്പനി രജിസ്ട്രേഷൻ ചെയ്യുമല്ലോ, അങ്ങനെയാണല്ലോ കമ്പനിയൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കമ്പനി രജിസ്ട്രേഷൻ ആക്ടുമായി ബന്ധപ്പെട്ട് കമ്പനി വയലേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണിഷ്മെന്റ് നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊരു കമ്പനി തുടങ്ങി, എന്നിട്ട് അവിടെ പറയുവാണ് നിങ്ങൾ വരൂ സർജറിയില്ല നിങ്ങൾക്ക് ചെയ്തു തരാം, അപ്പം കണ്ടുപിടിച്ചു. അപ്പോൾ 2 കേസുകളായില്ലേ, കമ്പനി ആക്റ്റുമായി പിന്നെ ഈ ഒരു ഒഫൻസുമായി. പിന്നെ സീഷർ ആൻഡ് ഫോർ ഫിഷർ ആണ്. അതായത് ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്വർടൈസ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ കമ്പനി മൊത്തത്തോടെ അടച്ചു പൂട്ടേണ്ടിയൊക്കെ വരും. ഈ അതോറിറ്റീസിന് അതിൻ്റെതായ ഒരു പവർ ഉണ്ട്. സോ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ പരസ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പേസ്റ്റ് അല്ലെങ്കിൽ പേപ്പർ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എന്ത് ചെയ്യും, അവർ സീസ് ചെയ്ത് കെട്ടിപ്പൂട്ടി കൊണ്ടങ്ങ് പോകും. കാരണം അതാണല്ലോ തെളിവാണല്ലോ അല്ലേ. സോ നെക്സ്റ്റ് വൺ ഈസ് എക്സ്പെൻഷൻ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻ ആണ്. ചില കാര്യങ്ങൾ ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സയന്റിഫിക് പബ്ലിക്കേഷൻ. അതായത് ഇപ്പോൾ ജേർണൽസ് ഒക്കെ ഇല്ലേ, ഇപ്പം ബേസിക്കലി ചില കാര്യങ്ങൾ പുതുതായിട്ട് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ജേർണൽസ് ഒക്കെ ഇല്ലേ, ബുക്കിലൊക്കെ ഇറക്കാറില്ല, അതൊക്കെ ഓക്കെയാണ്. പിന്നെ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ, ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റോ ഒക്കെ പബ്ലിക് ഹെൽത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പരസ്യങ്ങൾ ഓക്കെയാണ്. ആൻഡ് ട്രഡീഷണൽ സിസ്റ്റം, പണ്ട് മുതലേ നമ്മൾ ചെയ്യുന്ന ആയുർവേദ അങ്ങനെയൊക്കെ ഇല്ലേ, അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഓക്കെയാണ്. ആൻഡ് എക്സ്പോർട്ട് കൺസെപ്റ്റ്, ചില കാര്യങ്ങളൊക്കെ നമുക്ക് മാനുഫാക്ചർ എക്സ്പോർട്ട് ചെയ്യേണ്ടി വരും ഇല്ലേ മറ്റുള്ള കൺട്രീസിലൊക്കെ, അപ്പോൾ നമുക്ക് അഡ്വർടൈസ്മെന്റ് ഒക്കെ ആവശ്യം വന്നേക്കും, അതും ഓക്കെയാണ്. അപ്പം സയന്റിഫിക് പബ്ലിഷ് ഓക്കെയാണ്, ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഓക്കെയാണ്, ട്രഡീഷണൽ സിസ്റ്റം ഓക്കെയാണ്, ആൻഡ് എക്സ്പോർട്ട് കൺസിഡറേഷൻസിന് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെന്റും ഓക്കെയാണ് എന്നുള്ളതാണ്. ഇനി ട്രഡീഷണൽ മെഡിസിനൽ പ്രാക്ടീസിൽ ഏതൊക്കെ? ഒന്ന് ആയുർവേദയിൽ ബേസിക്കലി നമുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാം, പക്ഷേ അതിനും കുറച്ച് റെഗുലേറ്ററി ബോഡീസ് ഉണ്ട് കേട്ടോ. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല, കുറച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. യുനാനി സിദ്ധി അതുപോലെ തന്നെയാണ്, ആയുർവേദ പോലെ തന്നെയാണ്. നമുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പക്ഷേ അതെല്ലാം ആരാണ്? അഡ്വർടൈസിങ് റെഗുലേറ്ററീസ് ഉണ്ട്. പിന്നെ ഫോക്ക് മെഡിസിൻ, അതായത് നമ്മളെ ഫോക്ക് മെഡിസിൻ എന്താണ്, നമ്മുടെ ഈ ലോക്കലി കാണുന്നില്ല, നമ്മൾ എന്താ പറയും, നമുക്ക് മുറിവ് വന്നതിൽ ഉടനെ എന്ത് ചെയ്യും, നമ്മൾ മറ്റേ ഇല പറിക്കുന്നു തീർക്കുന്നു അല്ലെ, അങ്ങനെയൊക്കെ ചെയ്യില്ലേ. അപ്പോൾ അതേപോലെ സയന്റിഫിക് ബാക്കിങ്സ് ഉള്ളത് അല്ലെങ്കിൽ സയന്റിഫിക്കുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ അവിടെ എന്തുണ്ട്, നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ട്രഡീഷണൽ മെഡിസിൻ പ്രാക്ടീസിൽ ആയുർവേദ, യുനാനി സിദ്ധ, ഫോക്ക് മെഡിസിനും അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിൽ ചെറിയ ചെറിയ നിബന്ധനകളുണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. The act embed how Ayurvedic treatment can be advertised required practitioner to be more cautious in their claim. അവർ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ പറയുന്നതിലൊക്കെ ഒരു റെഗുലേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ചാലഞ്ചസ് ഇൻ ഇംപ്ലിക്കേഷൻ ആണ്. സോ ബേസിക്കലി നമുക്ക് അറിയാം അല്ലേ, നമുക്ക് ഈ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കാതിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് എക്സ്ട്രാ ടോപ്പിക്കാണ്, ഈ 2 ടോപ്പിക്ക് എക്സ്ട്രാ ടോപ്പിക്കാണ്. സോ ബേസിക്കലി ഒരു നിയമം നടപ്പാക്കുക, അത് എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. സോ ഇത്രയേ ഉള്ളൂ. ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നാമത്തത്, ഒരു കാരണവശാലും ഫാൾസ് ആയ തെറ്റായ കാര്യങ്ങൾ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പാടില്ല. അസുഖങ്ങൾ ക്ലെയിം ചെയ്യും അല്ലെങ്കിൽ ക്യൂർ ചെയ്യാം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ വേറെ എന്താ പറഞ്ഞത്, ട്രഡീഷണൽ ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം എളുപ്പമുള്ളൊരു പോർഷൻ ആണ് ഇതല്ലേ. അപ്പം നന്നായിട്ട് വായിക്കുക, റെഫറൻസ് നോട്ടും കൂടെ വായിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു.